ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മൽ വ്ളോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഓണം പ്രീമിയർ ആയിട്ട് സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്യാമെന്ന OTT റിലീസ് അപ്ഡേറ്റുകളും അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിമിഷ നേരം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം ഓർഡർ അപ്ഡേറ്റ് ആണ്. വിശേഷം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആനന്ദ് മസൂദൻ, അതുപോലെ തന്നെ ചിന്നു ചാന്ദിനി, അതുപോലെ തന്നെ അൽതാഫ് സലാം എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു കോമഡി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ചിത്രമായിരുന്നു വിശേഷം എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി കണ്ടു ചിത്രം ഒരു കോമഡി ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും ചിത്രം കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രവി തേജ, ജഗപതി ബാബു, ഭാഗ്യശ്രീ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം 15 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. റൈഡ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അജയ് ദേവ്ഗൺ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിന്ദി മൂവിയുടെ റീമേക്ക് ആണ് മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് മിസ്റ്റർ ബച്ചൻ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബെഞ്ച് ലൈഫ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വൈഭവ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ ഋതിക സിംഗ്, രാജേന്ദ്ര പ്രസാദ് എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചുള്ള ഒരു വെബ് സീരീസ് ആണ് ബെഞ്ച് ലൈഫ് എന്ന് പറയുന്നത്. ചിത്രം ഇപ്പോൾ സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കോമഡി റൊമാൻറ്റിക് എന്റർടൈൻമെന്റ് വിധത്തിലൂടെ താങ്ങുന്ന ഒരു വെബ് സീരീസ് ആണ് ബെഞ്ച് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ സോണി ലീവിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഐ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ട് ഓഗസ്റ്റ് 15 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഐ എന്ന് പറയുന്ന ഒരു റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റ് വിധത്തിലൂടെ തന്ന ചിത്രമായിരുന്നു ഐ എന്ന് പറയുന്നത്. നമ്മുടെ നരേൻ, നിതിൻ, അതുപോലെ തന്നെ നയൻ, സാരിക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ VVT ഗണേഷ് എന്നിവർ കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു ഐ എന്ന് പറയുന്നത്. കൊമേഴ്സ്യലി വൻ സക്സസ് ആയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. ചിത്രം ഇപ്പോൾ സെപ്റ്റംബർ മാസം 12 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നുണക്കുഴി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, മനോജ് ഗജൻ, സിദ്ദിഖ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു കോമഡി ഡാർക്ക് കോമഡി എന്റർടൈൻമെന്റ് വിധത്തിലെടുത്തുന്ന ചിത്രമായിരുന്നു നുണക്കുഴി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയ സക്സസ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നുണക്കുഴി എന്ന് പറയുന്നത്. ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13 ഓണം പ്രീമിയർ ആയിട്ട് C5ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇടിയൻ ചന്തു എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു നിഷൻ, ലാലു അലക്സ്, ജോണി ആന്റണി, ബിജു സോമാനം, ലെന എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി ആക്ഷൻ കാറ്റഗറിയിൽ എടുത്തുന്ന ചിത്രമായിരുന്നു ഇടിയൻ ചന്തു എന്ന് പറയുന്നത്. ജൂലൈ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13 ഓണം പ്രീമിയർ ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രഘുതാത്ത എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. കീർത്തി സുരേഷ്, MS ഭാസ്കർ, രവീന്ദ്ര വിജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി പൊളിറ്റിക്കൽ കോമഡി കാറ്റഗറിയിൽ എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു രഘുതാത്ത എന്ന്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ മാസം 15 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രഘുതാത്ത എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കി C5 ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13 തമിഴ്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നൻപൻ ഒരുവൻ വന്ന പിറകെ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഓഗസ്റ്റ് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിലെ കുഴപ്പമില്ലാത്തൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു കൊച്ചു ചിത്രമായിരുന്നു നൻപൻ ഒരുവൻ വന്ന പിറകെ എന്ന് പറയുന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13 ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ
OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഗോലിസോഡ റൈസിംഗ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. അഭിരാമി, രമ്യ രംഭീഷൻ, അതുപോലെ തന്നെ ജോൺ വിജയ് എന്നൊരു കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ഗോലിസോഡ റേസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. ഹണ്ട് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഭാവന കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാവന കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമാണ്. ഒരു മെഡിക്കൽ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ചിത്രം കഴിഞ്ഞ വർഷം തിയേറ്ററൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഷാജി കൈലായി സംവിധാനിച്ച ചിത്രമായിരുന്നു ഹണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം മേ ബി ഓണം പ്രീമിയർ ആയിട്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം 14-ാം തീയതിയോ 15-ാം തീയതിയോ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. വാഴ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിജു സണ്ണി, അതുപോലെ തന്നെ നോബി മാർക്കോസ്, അസീസ് എവിടുമങ്ങാട്, ബേസിൽ ജോസഫ് എന്നിവർ, ഹാഷിർ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ജോമോൻ ജ്യോതിർ എന്നിവർ കൂടി കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള ചിത്രമായിരുന്നു. കഴിഞ്ഞ വർഷം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷൻ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നമ്മുടെ ഏഷ്യനെറ്റ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന മേ ബി സർപ്രൈസ് റിലീസായിട്ട് ചിലപ്പോൾ ഈ ഒരാഴ്ചയിൽ ഓണം പ്രീമിയർ ആയിട്ടോ അല്ലെങ്കിൽ സെപ്റ്റംബർ 20-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബെർലിൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഈശ്വക് സിംഗ്, അതുപോലെ തന്നെ രാഹുൽ ബോസ് എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പൈ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ഹിന്ദി ചിത്രമാണ്. ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു ചിത്രം കൂടിയാണ് ബെർലിൻ എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതി ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു സ്പൈ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സെക്ടർ 360 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിക്രാന്ത് മാസി, അതുപോലെ തന്നെ ദീപക് ദ്രുബായ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് സെക്ടർ 360 എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 13-ാം തീയതി ഹിന്ദി ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാൽ സലാം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു വിശാൽ, അതുപോലെ തന്നെ വിക്രാന്ത് എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ച് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു കാമിയോ റോളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമഭാഗത്തിലെടുത്തുന്ന ചിത്രമായിരുന്നു ലാൽ സലാം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു കളക്ഷനൊക്കെ നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഇപ്പോൾ സൺനെസ്റ്റ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ മേ ബി ഈ ചിത്രം വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി സൺനെസ്റ്റിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തങ്കലാൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ചിയാൻ വിക്രം, അതുപോലെ തന്നെ മാളവിക മേനോൻ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ച് പാരന്തി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അഡ്വഞ്ചർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു തങ്കലാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തങ്കലാൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 20-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വാഴൈ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൊൻവേൽ, അതുപോലെ തന്നെ കലൈരൈസൻ, നിഖില വിമൽ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള തിയേറ്ററിൽ വലിയൊരു കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു വാഴൈ എന്ന് പറയുന്നത്. നമ്മുടെ മാരി സെൽവരാജൻ സംവിധാനിച്ചിട്ടുള്ള ഒരു ചിൽഡ്രൻസ് ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ചിത്രമാണ് വാഴൈ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 27-ാം തീയതി മലയാളം ഉൾപ്പെടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ വാഴ എന്ന് പറയുന്ന ഒരു കൊച്ചു ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിമാൻഡ് കോളനി 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അരുൺ നിധി, പ്രിയ ഭവാനി ശങ്കർ, അരുൺ പാണ്ഡ്യൻ, സാർജിന കാലത്ത് എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ഡിമാൻഡ് കോളനി 2 എന്ന് പറയുന്നത്. ഓഗസ്റ്റ് മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 27-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ട്രേറ്റ് 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രദ്ധ കപൂർ, രാജ്കുമാർ റാവു, പങ്കജ് ത്രിപാഠി എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു സ്ട്രേറ്റ് 2 എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 15 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ചുള്ള, ഹിന്ദിയിലെ സമീപകാലത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റടിച്ചുള്ള ഒരു ചിത്രമായിരുന്നു സ്ട്രേറ്റ് 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൈജു ഗ്രൂപ്പ് കേന്ദ്രദാതരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ് ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്നത്. ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്തുന്ന ഒരു വെബ് സീരീസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതിന്റെ പുതിയ അധികം ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ പാൻ ഇന്ത്യ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ചിത്രം ഏത് ജോണറിലാണെന്നുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിജയ് കേന്ദ്രദാതരായിട്ട് അഭിനയിച്ച് ഒപ്പം തന്നെ പ്രശാന്ത്, അതുപോലെ തന്നെ പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ എന്നിവർ കേന്ദ്രദാതരായിട്ട് അഭിനയിച്ച് കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി ഈ വരുന്ന ഒക്ടോബർ മാസം 5 അല്ലെങ്കിൽ 11 നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.